എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് നാളെ മുതൽ റേഷൻ വിതരണം ആരംഭിക്കുകയാണ്. ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ കൃത്യമായിട്ട് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് പിന്നാലെ വീണ്ടും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും മണ്ണെണ്ണ അധികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം മാർച്ച് 3-ാം തീയതി ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും. തിരുവനന്തപുരം ജില്ലയിൽ ആറ്റുകാൽ പൊങ്കാല ആയതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിൽ പൊതു അവധിയാണ്. ആ ജില്ലയിൽ മാത്രം ബുധനാഴ്ച മുതൽ 4-ാം തീയതി മുതൽ മാത്രമാണ് റേഷൻ വിതരണം ആരംഭിക്കുക. ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ ഇങ്ങനെയാണ്. മഞ്ഞ റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും 2 പാക്കറ്റ് ആട്ടയും ലഭിക്കും. അരിയും ഗോതമ്പും സൗജന്യമാണ്. ആട്ടയ്ക്ക് 7 രൂപ വീതം നൽകണം. 27 രൂപയ്ക്ക് 1 കിലോ പഞ്ചസാരയും ലഭിക്കും. പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിൽ ലഭിക്കുന്ന മൊത്തം ഗോതമ്പിൽ നിന്നും 4 കിലോ ഗോതമ്പ് കുറച്ച് പകരം 4 പാക്കറ്റ് ആട്ട ഒരു ആട്ടയ്ക്ക് 9 രൂപ നിരക്കിൽ ലഭിക്കും. കാർഡിൽ 4 അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ഗോതമ്പ് ലഭിക്കില്ല, ആട്ട മാത്രമാണ് ലഭിക്കുക. നീല റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിൽ ലഭിക്കും. ഇതുകൂടാതെ 10 രൂപ 90 പൈസ നിരക്കിൽ 2 കിലോ അരി അധികമായി ലഭിക്കും. 17 രൂപ നിരക്കിൽ 1 മുതൽ 4 വരെ ആട്ടയും നീല റേഷൻ കാർഡിനുണ്ട്. വെള്ള റേഷൻ കാർഡിനും അരി കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 2 കിലോ ആയിരുന്നു. ഇത് 6 കിലോ ആക്കിയിട്ടുണ്ട്. 10 രൂപ 90 പൈസ നിരക്കിലാണ് 6 കിലോ അരി വെള്ള റേഷൻ കാർഡിന് ലഭിക്കുക. കൂടാതെ 4 കിലോ വരെ ആട്ട ലഭിക്കും. 1 മുതൽ 4 കിലോ വരെ ആട്ട 17 രൂപ നിരക്കിൽ, ഒരാട്ടയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. ബ്രൗൺ റേഷൻ കാർഡിന് 10 രൂപ 90 പൈസ നിരക്കിൽ 2 കിലോ അരിയും 17 രൂപക്ക് ഒരു ആട്ടയും ലഭിക്കും. പിന്നെ മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ മാസത്തെ മണ്ണെണ്ണ 1 ലിറ്റർ ആണ് ലഭിക്കുക. ഒരുപാട് സ്റ്റോക്ക് ഉള്ളത് കൊണ്ടാണ് 1/2 ലിറ്റർ എന്നുള്ളത് 1 ലിറ്റർ ആക്കിയിട്ടുള്ളത്. അപ്പൊ എല്ലാ റേഷൻ കാർഡുള്ളവർക്കും മുമ്പ് വാങ്ങിയിട്ടുണ്ട് എങ്കിലും ഈ ഒരു മാസം വാങ്ങാവുന്നതാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയിപ്പ്. 1 ലിറ്റർ മണ്ണെണ്ണ മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് വൈദ്യുതീകരിച്ച വീടിന് ലഭിക്കും. വൈദ്യുതീകരിക്കാത്ത വീടിന് ഈ മാസം 4 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ്. ഈ മാസം 31 മുമ്പ് മണ്ണെണ്ണ കൊടുത്ത് പൂർത്തീകരിക്കണം എന്നാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പ് റേഷൻ കടക്കാർക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് റേഷൻ കടയിലൂടെ ഈ മാസം ലഭിക്കുന്ന വിഹിതങ്ങൾ. ഇത് കൂടാതെ സപ്ലൈകോ വിഹിതങ്ങളും വാങ്ങാവുന്നതാണ്. സപ്ലൈകോ വിഹിതങ്ങളിൽ വെളിച്ചെണ്ണയുടെ വില വീണ്ടും കുറച്ചിട്ടുണ്ട്. മറ്റുള്ള വിഹിതങ്ങളെല്ലാം വാങ്ങാവുന്നതാണ്. 20 കിലോ അരി 25 രൂപ നിരക്കിൽ സ്റ്റോക്ക് ഉണ്ട് എങ്കിൽ വാങ്ങാവുന്നതാണ്. ഇതുകൂടാതെ സബ്സിഡി അരി ആയിക്കൊണ്ട് 8 കിലോ അരി അത് 2 തവണയായിട്ട് വാങ്ങണം. 33 രൂപ നിരക്കിലാണ് ലഭിക്കുക. പച്ചരി 29 രൂപക്കും ലഭിക്കുന്നതാണ്. അപ്പൊ ഇത്രയും വിഹിതങ്ങളാണ് മാർച്ച് മാസത്തിൽ ഓരോ റേഷൻ കാർഡിനും ഉള്ളത്. ഇതെല്ലാം കൈപ്പറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.